കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. പക്ഷേ അതിൻ്റെ ഒരു ഗുണവും കാണിച്ചില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ടി വരുന്നത്. സി ആർ മഹേഷിനെ യാതൊരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളത് മാത്രവുമല്ല, കേരളത്തിൽ മൊത്തത്തിൽ LDFന് എന്താണോ അവസ്ഥ അതാണ് കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷിൻ്റെ അവസ്ഥ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരുനാഗപ്പള്ളിക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി ഒരു ഇടതുപക്ഷം മണ്ണാണ്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പം നല്ല രീതിയിൽ, ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് പോലും തോന്നിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ച ഒരു മണ്ഡലമാണ്. അതുപോലെ തന്നെ അതിരമ്പുഴ പഞ്ചായത്തിലേക്കും കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ആ ഒരു പ്ലാന്റ് മാത്രം മതി, ഏതാണ്ട് 90 കോടി രൂപ 96 കോടി രൂപയുടെ ഒരു പദ്ധതിയാണത്. ആ ഒരു പ്രോജക്റ്റ് മാത്രം കണ്ടു കഴിഞ്ഞാൽ വാസവൻ ചേട്ടന് വോട്ട് ചെയ്തു പോകുന്നുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത്. ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ, ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തോന്നുന്നില്ല, ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ പോലും മണ്ഡലത്തിലുള്ള MLA-മാർ ജനകീയരാണ്. അവർ വികസനം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അവർ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. അത് ഒരു ഭയങ്കര മൈലേജാണ് LDFന് കൊടുക്കുന്നത്. അനൂപ്ജി നമസ്കാരം. നമസ്കാരം. അനൂപ്ജി, കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9-നാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അത് ആദ്യം CPIയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു, അതിൻ്റെ തൊട്ടുപിറകെ CPMന്റെ വന്നു, ഇന്നലെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു, NCPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു, കോൺഗ്രസ് എസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു. അങ്ങനെ മൊത്തത്തിൽ LDFനകത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോഴും കോൺഗ്രസിനകത്ത് ഇപ്പോഴും ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും UDFലെ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ നടക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ? നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. പക്ഷേ അതിൻ്റെ ഒരു ഗുണവും കാണിച്ചില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ടി വരുന്നത്. കാരണം CPMന് കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇലക്ഷൻ ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഇത്ര മണിക്ക് വരും, ഇത്ര മണിക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഓപ്പറേഷൻ നടത്തണം എന്നുള്ള കാര്യങ്ങൾ ഒരു പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അത് ഗംഭീര പ്ലാനായിപ്പോയി എന്നുള്ളതാണ്. അതായത് 4 മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ പ്രസ് മീറ്റ് വിളിക്കുന്നു, 4:30 ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നു, 5 മണിക്ക് ബിനോയ് വിശ്വം CPIയുടെ ക്യാൻഡിഡേറ്റ് പ്രഖ്യാപിക്കുന്നു, തൊട്ടു പുറകെ CPMന് വരുന്നു, 5:30 ആയപ്പോൾ ഇവരെല്ലാം ഫീൽഡിൽ ഇറങ്ങി എന്നുള്ളതാണ്. റോഡ് ഷോ നടത്തി. ആ ഒരു റോഡ് ഷോ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് 2 കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പോലും മാസങ്ങൾ പോയേക്കും എന്നൊരു ധാരണ കൂടി ആളുകളുടെ മനസ്സിലേക്ക് കയറി കൂടിയിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം ഇവിടെ നമ്മുടെ കൊച്ചി കോർപ്പറേഷൻ്റെ അകത്ത് സംഭവിച്ചത്, കേരളത്തിൽ UDFന് അധികാരം കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു രൂപമാണ്. ലത്തീൻ കത്തോലിക്ക സഭ ആവശ്യപ്പെടുന്നു, ദീപ്തി മേരി വർഗീസിനെ മാറ്റി നിർത്തിക്കൊണ്ട്, അവർക്കാണ് ശരിക്കും അർഹമായിട്ടുണ്ടായിരുന്നത്, അവരെ മാറ്റി നിർത്തിക്കൊണ്ട് സീറ്റ് കൊടുക്കുന്നു. ഇതെല്ലാം സംഭവിച്ചു. ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ ഒരു ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞൊരു പോയിന്റുണ്ട്. അധികമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. ഒരു എഡ്ജ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDFന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ എഡ്ജ് വേണമെങ്കിൽ പറയാം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം നശിപ്പിച്ച് കളയുന്ന രീതിയിലാണ് അവർ ആക്ട് ചെയ്തത് ഈ ഇലക്ഷൻ ഡിക്ലറേഷൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് വരാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നലെ ശ്രീ VD സതീശൻ്റെ ഒക്കെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് ഏറെ പരിതാപകരമാണ്. അത് കൂടാതെ തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ ഉടനെ തന്നെ VD സതീശൻ വന്ന പത്രക്കാരെ കണ്ട ഒരു കാഴ്ചയൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടാണ്ട് ഇന്നലെ ഈ ഒരു തൊടിയൂർ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു KPCCയുടെ സെക്രട്ടറി രാജിവെച്ചിട്ടുണ്ട് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. ഈ കരുനാഗപ്പള്ളിയിൽ CR മഹേഷിനെ ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? CR മഹേഷിനെ യാതൊരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളത് മാത്രവുമല്ല, കേരളത്തിൽ മൊത്തത്തിൽ LDFന് എന്താണോ അവസ്ഥ അതാണ് കരുനാഗപ്പള്ളിയിൽ CR മഹേഷിൻ്റെ അവസ്ഥ. കാരണം CR മഹേഷ് വളരെ മുമ്പ് തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ബഹുദൂരം മുമ്പിലാണ്. മണ്ഡലത്തിലെ മുഴുവൻ മതിലുകളും എഴുതി തീർത്തിട്ടുണ്ട്, ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ട്, പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ട്. ഇലക്ഷൻ ഡിക്ലറേഷൻ വന്നപ്പോൾ മുതൽ, അതിന് മുമ്പ് തന്നെ പുള്ളി പ്രചാരണ രംഗത്തുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരുനാഗപ്പള്ളിക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി ഒരു ഇടതുപക്ഷം മണ്ണാണ്. ശരിക്കും ഒരു ഇടതുപക്ഷം മണ്ണാണ്. ബേബി ജോൺ മുതൽ ഉള്ള ആൾക്കാർ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് വന്ന് ആണ്. 2016 തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയ ഒരാളാണ് CR മഹേഷ്. അവിടെ നിന്നാണ് വൻ ഭൂരിപക്ഷത്തിൽ 2021
ജയിച്ചു കയറുന്നത്. അത് ഒരു ഇടതുപക്ഷ തരംഗം, ഒരു ഇടതുപക്ഷ തരംഗം നീക്കുന്ന സമയത്ത് ഇപ്പോൾ ചോദിച്ച ഈ തൊടിയൂർ രാമേന്ദ്രൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടും കൂടി പറയുമ്പോൾ സിആറിനെ 2016 തോപ്പിക്കാനായിട്ട് കാരണക്കാരനായത് ഈ തൊടിയൂരാണെന്നുള്ള രീതിയിലൊരു സംസാരം കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പുള്ളി പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്യാതൊക്കെ ഇരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കരുനാഗപ്പള്ളിയുടെ ഒരു ഇത് വെച്ചിട്ട് വേണമെങ്കിൽ LDF ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമായിരുന്നു. പക്ഷേ LDF അത് ജയിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അവിടെ അഡ്വക്കേറ്റ് താര എന്ന് പറഞ്ഞിട്ടൊരാളാണ്, ഒരു മുൻ MLA യുടെ മകളാണ് അവിടെ മത്സരിക്കുന്നത് LDF സ്ഥാനാർത്ഥിയായിട്ട്. അതിനേക്കാളും നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ട്. ഈ ഞാനിപ്പോൾ പറയുന്ന അനിൽ എസ് കല്ലിൽഭാഗം എന്ന് പറഞ്ഞിട്ട് ഒരു CPIയുടെ സ്ഥാനാർത്ഥിയാണ്. ഇവർ രണ്ടുപേരുടെയും ഫേസ്ബുക്ക് പ്രൊഫൈൽ ഒന്ന് എടുത്തു നോക്കുക. ഈ അഡ്വക്കേറ്റ് താരയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് ലീഡർ, വനിതാ കമ്മീഷൻ അംഗം, ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ അനിൽ എസ് കല്ലേരിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ളതാണ്. അപ്പം ജനപ്രതിനിധിയായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ട് താരെ മത്സരിപ്പിക്കുമ്പോൾ മുൻ MLA യുടെ മകൾ എന്നുള്ള ഒരു നോമിനേറ്റഡ് പോസ്റ്റിലാണ് പുള്ളിക്കാരി തീരുന്നിട്ടുള്ളത്. പക്ഷേ ഒരു ജനപ്രതിനിധിയെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള മണ്ഡലമാണ് കരുനാഗപ്പള്ളി. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പം നല്ല രീതിയിൽ, ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് പോലും തോന്നിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ച ഒരു മണ്ഡലമാണത്. അവിടെ ഇപ്പം ജിതിൻ ദേവ് എന്ന് പറയുന്ന ആളെയാണ് BJP അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഈ ജിതിൻ ദേവ് പത്തനാപുരത്ത് അറിയായിരിക്കും. പത്തനാപുരത്ത് കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ടു പോയ ആളാണ്. വാർഡിൽ പോലും മത്സരിച്ച് തോറ്റുപോയ ആളാണ്. അതേസമയത്ത് അവിടെ സുരേഷ് മാലുമ്മൽ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. അദ്ദേഹം വാർഡിൽ ജയിച്ച് നിൽക്കുന്ന ഒരാളാണ്. അതായത് ജനപ്രതിനിധികൾ നിലവിലുള്ളപ്പോൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവർ രണ്ടു കൂട്ടരും ചെയ്യുന്നത്. ഈ ജിതിൻ ദേവിന്റെ പേരിൽ ഒരു ചീറ്റിംഗ് കേസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് ഇതുവരെ ആക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ 2021 കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചീറ്റിംഗ് കേസ് പല വകുപ്പുകളിലായിട്ട് പല ഇതായിട്ട് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലാണ് ആ കേസ് ഉള്ളത്. ഇതാണ് അവിടുത്തെ സാധ്യത എന്ന് പറയുന്നത്. പിന്നെ CR അവിടെ ഭയങ്കര ജനകീയനാണ്. എനിക്ക് CPM-ന്റെ കൂടെ വോട്ട് അവിടെ അദ്ദേഹത്തിന് കിട്ടുന്നില്ലേ? ഇടതുപക്ഷ അനുഭാവികളുടെ വോട്ടുകളും അവിടെ CR മഹേഷിന് നേടാൻ വേണ്ടി പറ്റും. CR മഹേഷിന് നേടാൻ പറ്റും. കാരണം എന്താണെന്നറിയാമോ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇത്രയും പേര് പിടിച്ചു പോകാനായിട്ടുള്ളൊരു കാരണം അതിൻ്റെ അകത്ത് ചെറുതല്ലാത്തൊരു പങ്ക് KPSC-ക്കുണ്ട്, നാടകത്തിന്. ഈ CR മഹേഷ് എന്ന് പറയുന്നത് ഒരു നാടക കലാകാരനാണ്. ഒരു സമിതി സാഹിതി തിയേറ്റേഴ്സ് എന്ന് പറയുന്നൊരു സമിതി ഉണ്ട്. മുച്ചിട്ട് കളിക്കാരൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അതാണിപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു സ്വീകാര്യത കൂടി ജനങ്ങൾക്കുണ്ട്. ശരിക്കും ഇടതുപക്ഷം എന്താണോ ചെയ്യേണ്ടത് അതാണ് ഈ CR മഹേഷ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഇടതുപക്ഷ മണ്ണാണ് കരുനാഗപ്പള്ളി എന്ന് പറയുമ്പോൾ അവിടെയുള്ള MLA ശരിക്കും ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള വലതുപക്ഷക്കാരനാണെന്ന് പറയേണ്ടി വരും. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ അനൂപ്ജിയുടെ ശരിക്കുള്ള ഒരു ജന്മനാട് എന്ന് പറയുന്നത് ഉടുമ്പൻചോലയാണ്. ഉടുമ്പ താമസിക്കുന്ന ഏറ്റുമാനൂരാണ്. ഞാൻ ചോദിച്ചിട്ട് ഈ ഉടുമ്പൻചോലയും ഏറ്റുമാനൂരും എന്നൊക്കെ പറഞ്ഞ ഒരു UDF അനുകൂല മണ്ഡലങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത് LDF അനുകൂലമായിട്ടാണ് ചിന്തിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് എപ്പോഴും പരിശോധിച്ചിട്ടുണ്ടോ? ഉടുമ്പൻചോല മണ്ഡലത്തിൽ എൻ്റെയൊക്കെ ഓർമ്മയിൽ UDF സ്ഥാനാർത്ഥി മാത്രമാണ് ജയിച്ചിട്ട് ഉണ്ടായിരുന്നത്. ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് EM അഗസ്തിയൊക്കെ സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മണ്ഡലത്തിലേക്ക് വരാത്തൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇപ്രാവശ്യം EM അഗസ്തി മറ്റേ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ച് തോറ്റ് പുള്ളി അതിൻ്റെ അകത്ത് കുറേ കോമഡി ഷോ ഇറങ്ങും. കാരണം പുള്ളി കഴിഞ്ഞ തവണ ഈ EM അഗസ്തിയോടും മണിയാശാൻ തോറ്റിട്ടുണ്ട്. കഴിഞ്ഞ തവണ മണിയാശാൻ മത്സരിക്കുന്ന സമയത്ത് EM അഗസ്തി പറഞ്ഞു ഞാൻ തോറ്റാൽ തല മുണ്ടനം ചെയ്യും എന്ന് പറഞ്ഞു. ഇപ്രാവശ്യം പുള്ളി അതുപോലൊരു സ്റ്റണ്ട് ഇറക്കി, ഞാൻ തോറ്റാൽ ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഈ 80കളിലും 90കളിലും ഉള്ള കുറേ നാടകങ്ങൾ, പൊളിറ്റിക്കൽ നാടകങ്ങൾ വീണ്ടും വീണ്ടും ഇറക്കുന്നത് കൊണ്ടാണ് ബേസിക്കലി പോകുന്നത്. അവിടെ ഇപ്രാവശ്യം അവിടെ പരിഗണിച്ചിരുന്ന 3 പേര് സീറ്റിന് വേണ്ടി ഇടിച്ചു നിന്നിരുന്ന കോൺഗ്രസിൻ്റെ 3 പേരുണ്ട് ഉടുമ്പൻചോലയിൽ. അതിൽ 2 പേര് 2 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റുപോയിട്ടുള്ളവരാണ്. ഒരാളുടെ പേരിൽ ഒരു അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്നത്. ഒന്ന് ഇബ്രാഹിംകുട്ടി കല്ലാർ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഒന്ന് സേനാപതി വേണു എന്ന് പറഞ്ഞിട്ട്. വേണുചേട്ടൻ അത്യാവശ്യം കൊള്ളാവുന്ന ഒരാളാണ്. അല്ല, സേനാപതി വേണുചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മറ്റേ ആ ഒരു AICC സമ്മേളനത്തിൽ പോയിട്ട് ഒരു കുറ്റിച്ചൂലിന്റെ കാര്യം പറഞ്ഞതല്ലാതെ വേറെ അവിടെ സംഘടനാ പ്രവർത്തനം ഒന്നും നടത്തിയിട്ടൊന്നുമില്ലല്ലോ. പിന്നെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളത് MN ഗോപി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇവരെക്കാളും ഒക്കെ ഗംഭീരമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ അവർക്ക് കണ്ടെത്താനായിട്ട് പറ്റും.
മിനി പ്രിൻസ് എന്ന് പറഞ്ഞിട്ട് എറണാകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തിരുവനന്തപുരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു, പഞ്ചായത്ത് മെമ്പറാണ് നിലവിൽ. അവർ മത്സരിച്ചിട്ടുള്ള എല്ലാത്തിലും ജയിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ പ്രാതിനിധ്യം കൊടുക്കാനായിട്ട് പറ്റും, ഒരു വനിതാ നേതാവാണ്, അങ്ങനെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. പക്ഷേ ഇവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളതാണ്. ഈ ഒരു തവണ ഉടുമ്പൻചോലയിൽ മത്സരിക്കാൻ വന്ന സ്ഥാനാർത്ഥി ആരാണെന്ന് അവിടെ ഉള്ളവർക്ക് പോലും അറിയത്തില്ലായിരുന്നു. കോൺഗ്രസിന്റെ വന്നത് അശോകൻ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുകയും എന്നാൽ ഈ കെ ജയചന്ദ്രനാണെങ്കിലും മണിയാശാനാണെങ്കിലും എല്ലാം ജനങ്ങളുടെ ഇടയിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു കെ ജയചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സഖാവാണ്. പ്രിയപ്പെട്ട സഖാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതേപോലുള്ളൊരു ആളാണ് എന്ന് പറയേണ്ടി വരും. ഏറ്റുമാനൂരേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റുമാനൂർ ചാഴിക്കാടിൻ്റെ ഏതാണ്ട് 4 തവണ എങ്ങാണ്ട് തുടർച്ചയായിട്ട് വിജയിച്ച് വന്നതാണ്. അതിനൊരു മാറ്റം വരുത്തിയത് എനിക്ക് തോന്നുന്നത് സുരേഷ് കുറുപ്പ് മത്സരിച്ച് വരുമ്പോഴാണ് വരുന്നത്. അതിനുശേഷം സുരേഷ് കുറുപ്പിന് ശേഷം വന്നിട്ടുള്ള വാസവൻചേട്ടനാണെങ്കിലും വാസവൻചേട്ടൻ മത്സരിക്കുന്നു, ജയിക്കുന്നു, മന്ത്രിയാകുന്നു. പിന്നീട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അവിടെ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്, അവിടെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിക്കും അതുപോലെ തന്നെ അതിരമ്പുഴ പഞ്ചായത്തിലേക്കും കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ആ ഒരു പ്ലാന്റ് മാത്രം മതി, ഏതാണ്ട് 90 കോടി രൂപ 96 കോടി രൂപയുടെ ഒരു പദ്ധതിയാണത്. ആ ഒരു പ്രോജക്റ്റ് മാത്രം കണ്ടു കഴിഞ്ഞാൽ വാസവൻചേട്ടന് വോട്ട് ചെയ്തു പോകുന്നുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് BJP വരുന്നതും ഒരു ഈഴവ കാൻഡിഡേറ്റ് ആണ്. വാസവൻചേട്ടനും അറിയാം, ഈഴവ വിവാദപ്പെട്ടാണ്. SNDP വെള്ളാപ്പള്ളി ഗണേശന്റെ സ്വന്തം ആളാണ്. അപ്പോൾ കോൺഗ്രസിന്റെ സൈഡിൽ നിന്ന് ഇപ്രാവശ്യം സ്ഥാനാർത്ഥിയായിട്ട് വരാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ് കേൾക്കുന്ന പേര് ജോസഫ് വാഴക്കിൻ്റെയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു മത്സരത്തിന് സാധ്യത എവിടെയുണ്ട്. ഒരു മത്സരത്തിന് എന്തായാലും സാധ്യത ഉണ്ടാകും. കാരണം അത് അടിസ്ഥാനപരമായിട്ട് ഒരു കേരള കോൺഗ്രസ് എന്ന് പറയാൻ പറ്റില്ല, വലതുപക്ഷ മനോഭാവമുള്ള ആൾക്കാരാണ്. അതിനുശേഷം ഇതിന് മുമ്പ് നടന്നിരുന്നിടത്തൊക്കെ ഏകപക്ഷീയമായിട്ടുള്ള വിജയമായി പോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. കാൻഡിഡേറ്റ്സിൻ്റെ ഒരു പോരായ്മ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിപ്രാവശ്യം അവർ വാഴക്കനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു മത്സരം കൊണ്ടുവരാനായിട്ട് പറ്റും. വാഴക്കനൊക്കെ നല്ലൊരു മത്സരം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യാനായിട്ടും കൂടുതൽ നേടിയെടുക്കാനായിട്ടും ഒക്കെ ഉള്ളത്. നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ സാധിക്കുന്ന എന്താണ്, കാരണം ഈ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത് മൂലം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഏകദേശം ഒരു 20 ദിവസമാണ് അവർക്ക് ഉള്ളത്. ആ 20 ദിവസത്തിൽ ഇലക്ഷന്റെ ഡേയും സൈലന്റ് ഡേയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ എത്ര ദിവസമാണ്? 20 ദിവസമാണല്ലോ. അതിനകത്ത് വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഈസ്റ്റർ ഞായർ പോവും, ദുഃഖ വെള്ളിയാഴ്ച പോവും, പെസഹ വ്യാഴം പോവും, അങ്ങനെ 3 പെരുന്നാൾ പോകുന്നുണ്ട്. 4 ദിവസം പോകും. 4 ദിവസം കൂടെ കഴിഞ്ഞാൽ വെറും 15 ദിവസം മാത്രമാണ് പ്രചരണത്തിന് കിട്ടുന്നത്. അതിൽ ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, പുതുമുഖങ്ങളെ മണ്ഡലങ്ങളിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അവർക്ക് ഫേസ് വാല്യൂ ഇല്ല. ആ ഫേസ് വാല്യൂ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തന്നെ കുറച്ച് ദിവസം വേണ്ടി വരും അവർക്ക്. അതല്ലെങ്കിൽ ആ നിയോജക മണ്ഡലത്തിൽ തന്നെയുള്ള ഒരാളായിരിക്കും അവതരിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ ഇത് കാരണം ഇപ്പം നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ല ഫേസ് വാല്യൂ ഉള്ള ആളുകൾക്ക് പ്രിയപ്പെട്ട MLA-മാരാണ്. അതിനകത്ത് CPI-യുടെ ഏതാനും ചില ആളുകളെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ MLA-മാരും മണ്ഡലത്തിന് സ്വീകാര്യരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളൊരു വലിയ വെല്ലുവിളി UDF-ന് നേരിടേണ്ടതായിട്ട് വരും. ഇപ്രാവശ്യത്തെ LDF-ന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അതാണ്. എന്തൊക്കെ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ, ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തോന്നുന്നില്ല, ഭരണവികാരത്തെ വികാരം എന്ന് പറഞ്ഞാൽ പോലും മണ്ഡലത്തിലുള്ള MLA-മാർ ജനകീയരാണ്. അവർ വികസനം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. അത് ഒരു ഭയങ്കര മൈലേജാണ് LDF-ന് കൊടുക്കുന്നത്. ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് മറ്റൊരു കണ്ടന്റാണ്. അത് വേറെ രീതിയിൽ തന്നെ എവിടെയാണ് എന്താണ് ഭരണവിരുദ്ധ വികാരം എന്നുള്ളതിനെ കുറിച്ച് വളരെ ഗഹനമായിട്ട് തന്നെ ചിന്തിക്കാനുണ്ട്. ആളുകൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്താണ്, വാർദ്ധക്യ പെൻഷൻ ഇപ്പം ലഭ്യമാണ്, അതോടൊപ്പം തന്നെ റോഡുകൾ നല്ല രീതിയിൽ ഉണ്ട്, ഹോസ്പിറ്റലുകളിൽ ചിലപ്പോൾ ആവശ്യത്തിന് മരുന്നുണ്ട്, ഹോസ്പിറ്റലിലെ കെട്ടിടങ്ങൾ നല്ലതാണ്, അവിടുത്തെ ചികിത്സാ സൗകര്യങ്ങൾ നല്ലതാണ്. ഇതിങ്ങനെയൊക്കെ റേഷനിങ് സംവിധാനത്തിന് പ്രശ്നങ്ങളില്ല, സപ്ലൈകോയിൽ ആവശ്യത്തിന് സാധനങ്ങൾ കിട്ടുന്നു. പിന്നെ എവിടെയാണ് ഈ ഒരു ഭരണവിരുദ്ധ വികാരം വരാനും വേണ്ടിയിട്ടുള്ള സാധ്യതകൾ എന്നുള്ളതിനെക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.